ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായി സെൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്, ഒരു അറേഞ്ച്മെന്റ് ആണ്. എന്തിനുള്ള അറേഞ്ച്മെന്റ്? ടു കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ബൈ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ വഴി എന്ത് ചെയ്യുക? കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത്? ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വാട്ട് ഈസ് ഗാൽവനിക് സെൽ നല്ല എക്സാമിന് ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യും? ഗാൽവനിക് സെല്ലിന്റെ പിക്ചർ വരയ്ക്കാനാണ് അറിയേണ്ടത്. പിക്ചർ വരയ്ക്കാനും അതിന്റെ ഇക്വേഷൻസ് എഴുതാനുമാണ് നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലാണ്. അപ്പൊ സിങ്ക് കോപ്പർ ഗാൽവനിക് സെൽ എങ്ങനെയാ എഴുതാന്ന്? സെഡൻ സിമ്പിൾ ആണ് എഴുതുക. സെഡൻ ഒരു ഐഫൺ ഇടുക, CU. എങ്ങനെയാണ് എന്ത് ചെയ്യുക? സിങ്ക് കോപ്പർ ഗാൽവനിക് സെൽ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതാണ് എന്ത്? ഗാൽവനിക് സെൽ. അപ്പൊ ഗാൽവനിക് സെൽ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നിബന്ധനകളോട് കൂടിയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരൊറ്റ ബീക്കറിൽ ഒരു റോഡ് ഡിപ്പ് ചെയ്യുന്ന കാര്യമാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സിങ്ക് കോപ്പർ ഗാൽവനിക് സെൽ വരയ്ക്കുന്ന സമയത്ത് സിങ്കും കോപ്പറും രണ്ട് എന്തുണ്ട്? മെറ്റൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് എന്ത് വേണം? ബീക്കർ വേണം. ഓരോരോ എന്താണ്? റോഡും അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിലേ ഡിപ്പ് ചെയ്യാവൂ. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രിസിറ്റി കടന്നു പോവുള്ളൂ. അപ്പം എന്താണ്? ഗാൽവനിക് സെല്ലിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഏത് റോഡാണോ എടുത്തിരിക്കുന്നത് വെച്ചാൽ അത് അതിന്റെ സാൾട്ട് സൊല്യൂഷനിലേ ഡിപ്പ് ചെയ്യാവും. ഇപ്പൊ സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റിലെ ഡിപ്പ് ചെയ്യുള്ളൂ. കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിലെ ഡിപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ചിലപ്പോൾ എക്സാം എന്ത് ചെയ്യും? ഇവിടെ CU, ഇവിടെ എന്ത് ചെയ്യും? സിങ്ക് സൾഫേറ്റിന് തരും. ഇവിടെ സിങ്ക്, ഇവിടെ കോപ്പർ സൾഫേറ്റിന് തരും. അപ്പൊ ഫസ്റ്റത്തെ എന്താണ്? കറക്ഷൻ എവിടെയാ വരിക? കോപ്പർ സൾഫേറ്റിലെ ഡിപ്പ് ചെയ്യാവൂ. സിങ്ക് സൾഫേറ്റിലെ ഡിപ്പ് ചെയ്യാവൂ. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓരോരോ മെറ്റലും അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്യാം ഫസ്റ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റോഡ് രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു V എന്ന് പറഞ്ഞിട്ട് എഴുതിച്ചിട്ടുണ്ടല്ലോ. ഇത് വോൾട്ട് മീറ്റർ ആണ്. എന്താ പറയാ, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത്? ഈ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. അത് വോൾട്ട് മീറ്റർ ആയിട്ട് എന്ത് ചെയ്യും? കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ വേറൊരു അറേഞ്ച്മെന്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സാൾട്ട് ബ്രിഡ്ജ്. എന്താണ്? സാൾട്ട് ബ്രിഡ്ജ്. അതായത് ഒരു ട്യൂബാണ്, ഒരു ഗ്ലാസിന്റെ ട്യൂബാണ്. ഇതിൽ പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അഗർജൽ എന്നൊക്കെ പറഞ്ഞ ക്രിസ്റ്റൽസ് ആണ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ ഡിപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാല് കണ്ടിന്യൂസ് ഇലക്ട്രിക് ഫ്ലോക്ക് വേണ്ടിയിട്ടാ. സാൾട്ട് ബ്രിഡ്ജ് അലോസ് കണ്ടിന്യൂസ് ഇലക്ട്രിക് ഫ്ലോ ഓർ ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ? ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ ചോദിക്കും. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സാൾട്ട് ബ്രിഡ്ജ് ഇൻ ഗാൽവനിക് സെൽ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ? ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇത് നോക്കൂ, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇത് ഏതാ ആനോഡ്, ഇതിൽ ഏതാ കാഥോഡ് എന്ന് അറിയണ്ടേ? അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സിങ്ക് കോപ്പർ അല്ലേ, അതിലെ റിയാക്ടിവിറ്റി സീരീസിൽ ആരാ മുകളിലുള്ള? സിങ്ക് അല്ലേ. ആ സിങ്ക് ആയിരിക്കും എന്ത് വരിക? ആനോഡായിട്ട് വരിക. ആരാണ് ആനോഡായിട്ട് വരിക? സിങ്ക് ആയിരിക്കും ആനോഡായിട്ട് വരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി കോപ്പർ എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കും. അപ്പൊ ആനോഡും കാഥോഡും ഓർത്ത് വെച്ചേക്കാം. ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോൺ അല്ലേ. ഈ പോസിറ്റീവ് വോൾട്ട് മീറ്ററിന് എന്തുമായിട്ടാ കണക്ട് ചെയ്യാം? നെഗറ്റീവ് ആയിട്ട്. ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടാ കണക്ട് ചെയ്യാം. ഇതിന്റെ പോസിറ്റീവ് ഇതിന്റെ നെഗറ്റീവ് ആയിട്ടേ കണക്ട് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ എന്തില്ല? ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവില്ല. അപ്പം ഇതെന്താണ്? പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു, ഇവിടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു, ഇത് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു അല്ലെ. അപ്പം എന്തായി? സിങ്കും കോപ്പറും എന്താണ്? ആനോഡ് ഏതാണ് കാഥോഡ് ഏതാണെന്ന് മനസ്സിലായി. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹാഫ് മാർക്കിന്റെ സംഭവമാണ് ഇത്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ. ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ നമ്മൾ അടയാളപ്പെടുത്തണം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ ആരാണോ ഉള്ളത് അവിടെ നിന്നാണ് ഇലക്ട്രിക് ഫ്ലോ തുടങ്ങുക. ഇലക്ട്രോൺ ഫ്ലോ എവിടെയാ തുടങ്ങുക? ഇലക്ട്രോണിന്റെ ഫ്ലോ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി സീരീസിൽ ആരാണോ ടോപ്പിലുള്ളത്. ഇപ്പൊ ഇവിടെ സിങ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ തുടങ്ങണം. ഇവിടുന്ന് എന്ത് ചെയ്യും? ആരാണോ ബോട്ടത്തിലുള്ള വെച്ചാൽ അങ്ങോട്ടുള്ള ഡയറക്ഷനിലാണ് എന്ത് വരിക? ഈ ഇലക്ട്രോൺ ഫ്ലോ വരിക. ഇനി കോപ്പർ സൾഫേറ്റ് ഇവിടെയാണ് എടുത്തതെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. കോപ്പർ സൾഫേറ്റ് ഇവിടെയും സിങ്ക് ഇവിടെയാണ് നമ്മൾ എടുത്തതെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഫ്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കേണ്ടുള്ളൂ. ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? റിയാക്ടിവിറ്റി സീരീസിൽ ആരാണോ ടോപ്പിലുള്ളത് അവിടെ നിന്ന് തുടങ്ങണം എന്ത്? ഇലക്ട്രോൺ ഫ്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഒരു ആരോ കാണിച്ചാൽ മാത്രം മതി. അതാണ് ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ ഓർത്ത് വെക്കേണ്ടത്? ഒരു സാൾട്ട് ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷനിൽ ഓർത്ത് വെക്കേണ്ടത്. സിങ്ക് കോപ്പർ
എന്താണ് ഗാൽവനിക് സെൽ, സാൾട്ട് ബ്രിഡ്ജ് അല്ല ഗാൽവനിക് സെൽ, സിങ്ക് കോപ്പർ ഗാൽവനിക് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരോ മെറ്റലും അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുക, കണ്ടിന്യൂസ് ഇലക്ട്രിക് ഫ്ലോക്ക് വേണ്ടിയിട്ട് സാൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്യുക, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫ്ലോ എന്ത് ചെയ്യണം അടയാളപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗാൽവനിക് സെല്ലിൽ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അറിയേണ്ട എന്താ വെച്ചാല് ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം എന്ത് ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓക്സിഡേഷനും റിഡക്ഷനും ഇവിടെ ആർക്ക് നടക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി, അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരിക. ഓക്സിഡേഷൻ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലൊക്കെ പഠിക്കാറുണ്ട് അല്ലെ, ചെറിയ കുട്ടികളാകുമ്പോ ആൻ ഓക്സ് എന്നല്ലേ പഠിക്കാറ് അല്ലെ. അപ്പൊ ആൻ ഓക്സ് അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടി വെച്ചാൽ ആനോഡിന് ഓക്സിഡേഷൻ, ആനോഡിനാണ് എന്ത് സംഭവിക്കുക ഓക്സിഡേഷൻ സംഭവിക്കുക. അപ്പൊ നോക്കൂ നമ്മുടെ ആനോഡ് ഇതല്ലേ, ഇതിന് എന്ത് സംഭവിക്കണം ഓക്സിഡേഷൻ സംഭവിക്കണ്ടേ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ. ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താ സിങ്ക് അല്ലേ, സിങ്ക് ഇലക്ട്രോണിനെ കൊടുക്കണ്ടേ. നോക്കൂ സിങ്ക് ഇലക്ട്രോണിനെ കൊടുക്കും, സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടാ മാറുക Zn gives Zn2++ 2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇനി നോക്കൂ കാഥോഡ് എന്ന് പറഞ്ഞാൽ Cu അല്ലേ, Cu എന്ത് ചെയ്യണം അപ്പൊ ഇലക്ട്രോണെ വാങ്ങണ്ടേ. നോക്കൂ ഇയാൾ 2 ഇലക്ട്രോണെ കൊടുക്കുകയാണെങ്കിൽ ഇയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ 2 ഇലക്ട്രോണെ വാങ്ങും. അപ്പം Cu2+ എന്ത് ചെയ്യും 2 ഇലക്ട്രോണെ വാങ്ങിയിട്ട് എന്തായി Cu ആയിട്ട് മാറി. നമ്മൾ ഓക്സിഡേഷന്റെ റിഡക്ഷന്റെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി നോക്കൂ ഇത് രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ എന്തായി റിഡോക്സ് റിയാക്ഷൻ ആയി. നോക്കൂ Zn ഇവിടെ Cu2+, ഇവിടെയും 2 ഇലക്ട്രോൺ ഇവിടെയും 2 ഇലക്ട്രോൺ ആണ്, നമ്മൾ അത് എഴുതുന്നില്ല. പിന്നെ ഗീവ്സ് ഇട്ടു ഇവിടെ Zn2+, ഇവിടെ എന്താണത് Cu. ഇതാണ് എന്ത് ആനോഡിലും കാഥോഡിലും പിന്നെ നടക്കുന്ന റിയാക്ഷനും അത് കൂട്ടിയിട്ട് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷനും ഇങ്ങനെയാണ് വരിക. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും.